ഒരു ടൈനി ഹൗസിൽ നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ടൈനി ഹൗസ് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇന്ന് മെൽബണിലെ ഒരു ട്രെയിലർ യൂസ് ചെയ്തിട്ട് ഒരു ടൈനി ഹൗസ് ഉണ്ടാക്കിയിട്ടുള്ള പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഒന്ന് കണ്ടാലോ? ഈ ടൈനി ഹൗസ് നിൽക്കുന്നത് ഇതിൻ്റെ ഓണറിൻ്റെ സെയിം പ്രോപ്പർട്ടിയിൽ തന്നെയാണ്. അപ്പോൾ അവരവരുടെ ബാക്ക് യാർഡിൽ കുറച്ച് ഭാഗം ഒന്ന് മാറ്റിയിട്ട് അവിടെ ഈ ടൈനി ഹൗസും അതിന് മുന്നിലായിട്ട് ഗസ്റ്റ്സിന് എൻജോയ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയയും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസും ഫെൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ട് കൂട്ടർക്കും അത്യാവശ്യം പ്രൈവസി കിട്ടും. ഈ ഐഡിയ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം നമ്മുടെ ബാക്ക് യാർഡിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊരു അഡീഷണൽ ഇൻകോ ആയി നമുക്ക് മെയിൻ്റനൻസിനും അതുപോലെ ഗസ്റ്റ്സ് പോയി കഴിഞ്ഞാൽ ക്ലീനപ്പിനും എല്ലാത്തിനും നമുക്ക് ഭയങ്കര ആക്സസബിളും ആണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലെ പ്രോപ്പർട്ടി റേറ്റ്സ് ഇങ്ങനെ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു പോർട്ടബിൾ സ്റ്റേ ശരിക്കും എന്തുകൊണ്ടും നല്ലൊരു ഐഡിയ തന്നെയാണ്. ഇതാണ് നമ്മുടെ ടൈനി ഹൗസിലേക്കുള്ള വാക്ക് വേ. അതിൻ്റെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വുഡിൻ്റെ പീസുകളൊക്കെ വെച്ച് ചുറ്റിലും കല്ലുകളൊക്കെ ഇട്ട്. ആൻഡ് ദിസ് ഇസ് ദ വ്യൂ ഫ്രം ദ ടൈനി ഹൗസ്. അപ്പോൾ ഈ വീടിൻ്റെ അകത്തിരുന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പം ശരിക്കും ഇതൊരു സിറ്റിയുടെ അടുത്തായിട്ടുള്ള ഒരു ടൗൺ ആണെന്ന് തോന്നുന്നേ ഇല്ല. ആൻഡ് ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു ദിസ് ഗാർഡൻ ആൻഡ് ദ ലോൺ. പുറത്തുനിന്ന് ഭയങ്കര ചെറുതാണെന്ന് തോന്നുകയാണെങ്കിലും ശരിക്കും ഒരു കപ്പിളിന് ഇത് മോർ ദാൻ ഇനഫാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു കോസി ആയിട്ടുള്ള ഒരു കൗച്ച് ഇട്ടിട്ടുണ്ട് അവർ. ആൻഡ് ഇതൊരു സോഫ ബെഡും കൂടെയാണ്. സോ ദാറ്റ് ഇൻ കേസ് നമുക്ക് കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ കിടക്കാം സുഖമായിട്ട്. ഒരു കോസി ഒരു ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മുകളിലൊരു എയർ കോൺ ഉണ്ട്. ആൻഡ് അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലോട്ടാണ്. കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ശരിക്കും രണ്ട് പേർക്ക് സുഖമായിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാം കേട്ടോ അവിടെ. ഇറ്റ് കംസ് വിത്ത് എ ഫ്രിഡ്ജ്, ഒരു ഡിഷ് വാഷർ ഉണ്ട് ആൻഡ് നമ്മുടെ കുക്കിംഗ് റേഞ്ചും വരുന്നുണ്ട്. മുകളിൽ യൂട്ടൻസിൽസ് എല്ലാം ഒരു ബ്യൂട്ടിഫുള്ളായി വെച്ചിട്ടുണ്ട് വിത്ത് സം പ്ലാന്റ്സ്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവർ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ? ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. ഇവിടുന്ന് നമ്മൾ നേരെ കാണുന്നതാണ് നമ്മുടെ ഷവർ ഏരിയ. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഇവർ കുറച്ച് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? പിന്നെ റൈറ്റ് സൈഡിൽ അഗെയിൻ ഒരു സ്റ്റാൻഡ് പോലെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് നമ്മുടെ ആക്സസറി ഐറ്റംസും മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇവിടെ വയ്ക്കാം. അഗെയിൻ ഒരു സ്റ്റോറേജ് ഉണ്ട്. വാഷ് ബേസിൻ്റെ താഴെയും കുറച്ച് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പുറത്തുനിന്ന് കാണുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂം. റൂഫിനോട് കുറച്ച് താഴെയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈറ്റ് ഇല്ല നമ്മുടെ ബെഡ്റൂമിന്. പക്ഷേ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് കിടക്കാനായിട്ട് കംഫർട്ടബിളായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഓവറോൾ ഞങ്ങൾക്ക് ഈ ഒരു ടൈനി ഹൗസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ടൈനി ഹൗസിൻ്റെ ടൂറ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.